ഒടുവിൽ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 58.93 ആണ് ആലപ്പുഴ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. മനീഷ്, ഉന്മേഷ്, അതെ, അത്തരത്തിൽ അവസാനം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തിരക്ക് പിടിച്ച പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് പിടിച്ചിരിക്കുന്നു. ഉച്ച സമയത്ത് തിരക്ക് കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും 4 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ വീണ്ടും പോളിംഗ് ബൂത്തുകൾ തിരക്കുണ്ട്. സ്ത്രീകളാണ് കൂടുതലായും പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. ഏറ്റവും കൂടുതൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. ആലപ്പുഴയിൽ 53.30 ആണ് അവിടെ ഉള്ളത്. ഒപ്പം തന്നെ അത് കഴിഞ്ഞ് അമ്പലപ്പുഴയാണ്. ഏറ്റവും കുറവ് കായംകുളത്താണ്. കായംകുളത്ത് രാവിലെയൊക്കെ തന്നെ പോളിംഗ് കനത്ത രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടി തന്നെ മന്ദഗതിയിലായി. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള 2 നിയോജക മണ്ഡലങ്ങളാണ് ആലപ്പുഴയും അമ്പലപ്പുഴയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കൂടുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ 2 നിയോജക മണ്ഡലങ്ങളിലായിരുന്നു. ഒപ്പം തന്നെ വലിയ താരനിരകൾ ഇത്തവണ ഏറെ നാളുകൾക്ക് ശേഷം നടൻ കുഞ്ചാക്കോ ബോബനും ഒപ്പം തന്നെ ഫഹദ് ഫാസിലും ഒക്കെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തു. പുതിയ ട്രെൻഡ് അത് രാജ്യത്തിന് വികസനം ചെയ്യുന്ന മുന്നണിക്കാണെന്നായിരുന്നു കുഞ്ചാക്കോ ബോബൻ്റെ പ്രതികരണം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാവിലെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. അങ്ങനെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് താമസിച്ച സാഹചര്യമുണ്ടായി. അതിൽ കോൺഗ്രസ് പരാതിപ്പെട്ട കായംകുളം കറ്റാന 174 ബൂത്തിൽ 2 മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു. അവിടെ വീണ്ടും സമയം നീട്ടി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. പോളിംഗ് സമയം അവിടെ നീട്ടി നൽകും. എത്ര സമയമാണ് നൽകുന്നതെന്ന് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. സമയം നീട്ടി നൽകണമെന്ന് കോൺഗ്രസ് KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പുതിയ ട്രെൻഡ് എന്താണ് എന്ന് ഇപ്പോഴും ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് പ്രവചനാതീതമാണ്. കടുത്ത ഒരു ത്രികോണ മത്സരത്തിലേക്ക് ആലപ്പുഴ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ 80.25 പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അവസാന 2 മണിക്കൂറിൽ എത്തുമ്പോൾ ഏകദേശം 60% എത്തി നിൽക്കുകയാണ്. ഇനിയും ഈ 2 മണിക്കൂറിൽ അത് പിന്നിടണമെങ്കിൽ ഇനിയും 20% പോളിംഗ് രേഖപ്പെടുത്തണം. ആ നിലയിലേക്ക് എത്തണമെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ ആലപ്പുഴ, അമ്പലപ്പുഴ തുടങ്ങിയിട്ടുള്ള തീരദേശ മേഖല കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇനി വോട്ടിംഗ് നില കൂടണം. അത്തരത്തിലുള്ള സാഹചര്യത്തിലെങ്കിലും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വോട്ടേഴ്സ് അവിടെ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നാണ് മനീഷ് മെഹ്വാൾ റിപ്പോർട്ട് ചെയ്യുന്നത്.